സിറിയയിൽ വിമത നീക്കം ശക്തമായതോടെയാണ് 5 പതിറ്റാണ്ട് നീണ്ട അസദ് കുടുംബത്തിൻ്റെ ഭരണത്തിന് തിരശ്ശീല വീണത്. സിറിയയുടെ പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസദ് നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ രാജ്യം വിട്ട് റഷ്യയിൽ അഭയം തേടുകയും ചെയ്തു. 2024 ഡിസംബർ 8 മുതൽ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സംരക്ഷണയിലാണ് അസദ്. ഞെട്ടിപ്പിക്കുന്നൊരു റിപ്പോർട്ടാണ് മോസ്കോയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അസദിനെ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമമെന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ചയാണ് അസദിന് വിഷബാധയേറ്റത്. ടെലിഗ്രാം ചാനലായ ജനറൽ SVR ആണ് അസദിന് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് റിപ്പോർട്ട് ചെയ്തത്. 59കാരനായ അസദ് വിഷബാധയേറ്റത് മൂലമുള്ള ചുമയും ശ്വാസമുട്ടും അനുഭവിക്കുകയാണെന്ന് ജനറൽ SVR റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അസദിൻ്റെ ശരീരത്തിൽ വിഷത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അസദ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ചികിത്സയിലാണെന്നും തിങ്കളാഴ്ചയോടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്നും ജനറൽ SVR അവകാശപ്പെടുന്നു. എന്നാൽ റഷ്യൻ അധികൃതരിൽ നിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിനിടെ അസദിൻ്റെ ഭാര്യ അസ്മ അൽ അസദിന് രക്താർബുദമാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അതിജീവിക്കാൻ 50% സാധ്യത മാത്രമാണുള്ളതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനായി അസ്മയെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സ നൽകി വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബ്രിട്ടനിൽ ജനിച്ച മുൻ പ്രഥമ വനിതയ്ക്ക് 2019 സ്തനാർബുദം കണ്ടെത്തിയിരുന്നു. 1 വർഷത്തെ ചികിത്സ കൊണ്ട് രോഗം ഭേദമായി. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അവർക്ക് രക്താർബുദം പിടിപെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. 1975 ലണ്ടനിലാണ് അസ്മ ജനിച്ചത്. മാതാപിതാക്കൾ സിറിയക്കാരാണ്. അസ്മയ്ക്ക് ബ്രിട്ടീഷ് സിറിയൻ പൗരത്വമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൽ കരിയർ പിന്തുടരുന്നതിന് മുമ്പ് ലണ്ടനിലെ കിങ്സ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലും ഫ്രഞ്ച് സാഹിത്യത്തിലും അസ്മ ബിരുദം പൂർത്തിയാക്കി. അസ്മ 2000 ഡിസംബറിലാണ് ബഷർ അൽ അസദിനെ വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് 3 കുട്ടികളുണ്ട്. സിറിയയിൽ കലാപം ആരംഭിച്ചതു മുതൽ തൻ്റെ കുട്ടികളോടൊപ്പം ലണ്ടനിലേക്ക് പോകാൻ അസ്മ ശ്രമിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിനിടെ അസദിൽ നിന്നും അസ്മ വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയിലെ ജീവിതത്തിൽ അതൃപ്തിയുള്ളതുകൊണ്ടാണ് വിവാഹമോചനത്തിന് ഭാര്യ അപേക്ഷ നൽകിയതെന്ന് തുർക്കി അറബ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വിമതസേന സിറിയ പിടിച്ചടക്കിയതിനെ തുടർന്ന് റഷ്യയിൽ കുടുംബത്തോടൊപ്പമാണ് അസദ് അഭയം തേടിയത്.